മട്ടന്നൂർ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും സാധ്യമല്ലാതായതായി UDF അംഗങ്ങൾ പറഞ്ഞു. നഗരസഭയിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്നു കിടക്കുന്നത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. കിഫ്ബി കുടിവെള്ള വിതരണ പദ്ധതിയുടെ പ്രവൃത്തി നീളുന്നതിനാൽ ദുരിതം വർദ്ധിക്കുന്നു. ചെക്യാട്ട് വയൽ ഡ്രൈനേജ് നിർമ്മാണം പാതി വഴിയിൽ, ദ്രവമാലിന്യ പ്ലാന്റ് നിർമ്മാണം എങ്ങും എത്തിയില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇതു സംബന്ധിച്ച് UDF കൗൺസിലർമാരായ P. രാഘവൻ, PP. അബ്ദുൾ ജലീൽ എന്നിവർ ചേർന്ന് നഗരസഭാ ചെയർമാൻ N. ഷാജിത്തിന് എഴുതി നൽകിയാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി എന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. ഈ 3.5 വർഷക്കാലം ഈ ഭരണസമിതിയുണ്ട്, ഇതുവരെ ഒരു സമരത്തിൻ്റെ മേഖലയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. കാരണം പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, ഇന്ന് തരും നാളെ തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പറഞ്ഞു പറ്റിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം വരുന്ന ആളുകളിൽ UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള നാന്ദിയാണ്, അതിനുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടിയിലേക്കുള്ള ഒരു തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് എന്ന് അറിയിക്കുകയാണ്. UDF അംഗങ്ങളായ P. രാഘവൻ, PP. ജലീൽ, C. അജിത് കുമാർ, അഭിനാഷ്, സുജിന, പ്രജീല തുടങ്ങിയ കൗൺസിലർമാരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. 1 മാസത്തിനുള്ളിൽ 8ഓളം കോൺക്രീറ്റ് റോഡുകൾ ഉദ്ഘാടനം ചെയ്തതായും ഇതിൽ ഭൂരിഭാഗം റോഡുകളും പരാതി പറയുന്ന കൗൺസിലർമാരുടെ വാർഡുകളാണെന്നും നഗരസഭാ ചെയർമാൻ N. ഷാജിദ് പറഞ്ഞു. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ടാക്കി മറ്റേതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള രീതിയോട് ഒരു തരത്തിൽ യോജിപ്പില്ല. കഴിഞ്ഞ 3 വർഷക്കാലവും യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചു, വിയോജിക്കാവുന്ന മേഖല വിയോജിച്ചുകൊണ്ട് തന്നെയാണ് നഗരസഭാ ഭരണസമിതി പല അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ പുതിയൊരു വിഷയം പോലെയാണ് ഉന്നയിക്കപ്പെടുന്നത്. അതൊരു കാരണവശാലും ശരിയല്ല. എല്ലാ അംഗങ്ങൾക്കും നല്ല പരിഗണന കൊടുത്തിട്ടുണ്ട്. റോഡുകൾ ഈ കഴിഞ്ഞ 1 മാസക്കാലത്തിനിടയിൽ ഒരു 8ഓളം കോൺക്രീറ്റ് റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ പരാതി പറയുന്ന കൗൺസിലർമാരുടെ വാർഡുകളിലാണെന്നുള്ളത് ഏറ്റവും യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഏളന്നൂർ വാർഡിലെ റോഡാണ്. ഇവിടെ അനാവശ്യമായിട്ടുള്ള ടെൻഡർ വൈകിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വൈകിക്കലുമില്ല. എപ്പോൾ കൗൺസിൽ തീരുമാനം എടുക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം ടെൻഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ TS കിട്ടുന്നതിന് ബുദ്ധിമുട്ടെന്താ? ഇരിട്ടിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഭൂരിഭാഗം ഓവർസിയർമാരും BLOമാരായി പോയി. ഒരു കാരണവശാലും അവർക്ക് വരാൻ പറ്റുന്നില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള വൈകലല്ലാതെ മറ്റൊരു വൈകലുമില്ല. തിങ്കളാഴ്ച രാവിലെ ചേർന്ന യോഗമാണ് UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.